കൊല്ലം പരവൂരിൽ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും CPM DYFI പ്രവർത്തകരും പോലീസ് സ്റ്റേഷന് മുന്നിൽ കരിങ്കൊടി കാണിച്ചവർക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് CPM DYFI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, നിലവിലിപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലെ സാഹചര്യം എന്താണ്? ഒരു സംഘർഷത്തിനുള്ള സാധ്യതയല്ലേ നിലനിൽക്കുന്നത്? നിലവിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുള്ളിൽ പുറത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. ഇന്ന് വൈകിട്ട് പരവൂരിലാണ് ആരോഗ്യമന്ത്രിയുടെ പരിപാടി ഉണ്ടായത്. പരവൂർ നഗരസഭയുടെ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് മന്ത്രി എത്തിയത്. പരവൂർ നഗരസഭ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി എത്തിയത്. ആ സമയത്താണ് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. നിലവിലെ സാഹചര്യങ്ങൾ, സംസ്ഥാനത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഡോക്ടർ ഹാരിസ് അടക്കമുള്ള ആൾക്കാരുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അവർ കരിങ്കൊടി കാട്ടിയത്. അതിന് പിന്നാലെ ഈ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ക്ഷണിച്ചു വരുത്തിയാണ് മന്ത്രിയെ അവമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം നൽകുന്നതെന്നാണ് DYFI പ്രവർത്തകരുടെ ആവശ്യം. 2 ഭാഗങ്ങളിലായി DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചിരിക്കുകയാണ്. അവർ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയേറെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പരവൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷനുള്ളിലാണുള്ളത്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ അത്രമാത്രം പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടോ? സംഘടിതമായിട്ടുള്ളൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ടോ? സംയുക്ത പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് അവിടേക്ക് എത്തിച്ചത്. കാര്യം ഏതെങ്കിലും തരത്തിൽ സംഘർഷമുണ്ടായാൽ അതൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ മാത്രമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരസഭ ക്ഷണിച്ചു വരുത്തിയ ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് DYFIയുടെ ഒരു കാര്യം, അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 5 പേർക്കും ജാമ്യം നൽകരുതെന്നുള്ള ആവശ്യമായി ഇപ്പോൾ ഈ DYFI പ്രവർത്തകർ സ്റ്റേഷന് പുറത്ത് തമ്പടിച്ചത്. കുറേയേറെ നേരമായി DYFI പ്രവർത്തകർ അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. അവർ പറയുന്നത് ക്ഷണിച്ചു വെച്ച ഒരു പരിപാടിയിൽ മന്ത്രിയെ അവമാനിക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലാണ്. അവർക്ക് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്.